നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മധുര തിരുപ്പുറക്കുണ്ട്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിക്കൽ അങ്ങ് ഡൽഹി വരെ എത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ കേസ് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാർ ഈ ദീപം തെളിക്കലിന് മധുരയിലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ അനുമതി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും DMK, തമിഴ്നാട് ഇപ്പോൾ ഭരിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന DMKയുടെ സർക്കാരാണ്. DMKയുടെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇപ്പോൾ പറയുന്നത് ഈ തിരുപ്പുറക്കുണ്ട്രത്തെ, മധുരയെ, ഈ വിഷയത്തെ, കാർത്തിക ദീപം തെളിക്കലിനെ തെക്കേ ഇന്ത്യയിലെ അയോധ്യയാക്കാനാണ് BJPയും കൂട്ടരും ശ്രമിക്കുന്നത്. ഇത് തടയണം എന്നാണ് ശ്രീ MK സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആ 2 ദിവസവും ഇതിനെ സംബന്ധിച്ച ശരിയായ വിവരങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറായി. ഒരു തവണ കൂടി ഞാൻ അത് ആവർത്തിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഈ മധുരയിലെ തിരുപ്പുറക്കുണ്ട്രത്ത് മുരുകൻ കുന്നിൽ, അവിടെ നിരവധി കുന്നുകളുണ്ട്, അതിൽ മുരുകൻ കുന്നിൽ ഉള്ള ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം ഒരു മുരുകക്ഷേത്രമാണ്. ഒരു ശൈവ ആരാധനാ സമ്പ്രദായത്തിലുള്ള ക്ഷേത്രമാണ്. അവിടെ ഈ കാർത്തിക ദീപം തെളിക്കാറുണ്ട്. അതിന് സമീപത്തെ ഒരു കുന്നിലും ഈ കാർത്തിക ദീപം തെളിക്കുന്നതിന് കൃത്യമായി ഒരു വലിയ കൽവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് ഇതിൽ ദീപം തെളിച്ചു വരികയായിരുന്നു. പക്ഷേ കുറേ നാൾ മുമ്പ്, കൃത്യമായ വർഷം നമുക്ക് അറിയില്ല, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ, ഈ തിരുപ്പുറക്കുണ്ട്രത്തെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ കൽവിളക്കിനോടനുബന്ധിച്ച് മറ്റൊരു കുന്നിൽ ഒരു കൽവിളക്കുണ്ട്. അവിടെയും കാർത്തിക ദീപം തെളിക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ ദീപം തെളിക്കുന്നില്ല. കാരണം അതിന് സമീപത്ത് ഒരു പുതിയ ദർഗ വന്നു. സിക്കന്ദർ ദർഗ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ദർഗ അവിടെ ഉള്ളത് കൊണ്ട് ഈ കാർത്തിക ദീപം ഇവിടെ തെളിക്കാൻ പാടില്ല. എത്രയോ വർഷങ്ങളായിട്ട് തുടർന്നു വന്നിരുന്ന, ഒരു പക്ഷേ നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വന്നിരുന്ന ഒരു അനുഷ്ഠാനമാണ്, ഒരു ചടങ്ങാണ് ഈ ദീപം തെളിക്കൽ. കാർത്തിക ദിവസം ആ കൽവിളക്കിൽ ദീപം തെളിക്കുന്നത് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വന്ന ചടങ്ങായിരുന്നു. അത് ഈ ദർഗ വന്നതോടുകൂടി അതിന് ഒരു സ്റ്റോപ്പ് ഇടേണ്ടി വന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഹിന്ദു സംഘടനകൾ ഈ വിഷയം ഏറ്റെടുക്കുകയും ഇത്തരത്തിൽ ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, ഒരു ചടങ്ങ് മുമ്പുണ്ടായിരുന്നെങ്കിൽ അത് തുടരുക തന്നെ വേണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം അത് മുമ്പുണ്ടായിരുന്നതാണ്, മുമ്പില്ലാതിരുന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല അത്. അങ്ങനെ പൊട്ടിവീണ ഒരു വിവാദമാണ് അത് എന്ന് വരുത്തി തീർക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നുണ്ട്. അത് വിജയിക്കില്ല എന്ന് ഹിന്ദു സംഘടനകൾ പറയുന്നു. എന്തായാലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ ഒരു കൽവിളക്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കൽവിളക്ക് വെറുതെ ഭംഗിക്കാരും വയ്ക്കില്ലല്ലോ. അതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് ദീപം തെളിക്കാനല്ലേ ആ കൽവിളക്ക് സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ കൽവിളക്ക് സ്ഥാപിച്ചത് കൃത്യമായിട്ടും കാർത്തിക ദീപം തെളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ജീവിക്കുന്ന, അതായത് കൃത്യമായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തെളിവ് അവിടെ ഉണ്ടായിട്ടും തമിഴ്നാട് സർക്കാർ ഈ ദർഗയുടെ പേരും പറഞ്ഞ് ഇതിന് അനുമതി നിഷേധിക്കുകയാണ്. 2014 മുതൽ ഇത് സംബന്ധിച്ച കേസുകൾ നടക്കുന്നുണ്ട്. 2017 മധുര ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി വരികയും ചെയ്തു. എവിടെയാണോ ദീപം തെളിച്ചിരുന്നത് ആ സ്ഥലത്ത് തന്നെ ദീപം തെളിക്കണം എന്നുള്ളതായിരുന്നു. അത് ഏത് സ്ഥലമാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ മുൻകാലങ്ങളിൽ എവിടെയൊക്കെയാണോ ദീപം തെളിച്ചിരുന്നത് അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് ദീപം തെളിക്കണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിൻ്റെ മറപിടിച്ചുകൊണ്ട് ഈ ദർഗയ്ക്ക് സമീപം ദീപം തെളിച്ചിരുന്നില്ല, ദർഗയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കൽവിളക്കിൽ ദീപം തെളിച്ചിരുന്നില്ല എന്ന വാദമാണ് ഈ തമിഴ്നാട് സർക്കാർ ഉന്നയിക്കുന്നത്. അങ്ങനെ ആ കാർത്തിക ദീപം അവിടെ ദർഗയ്ക്ക് സമീപമുള്ള, സിക്കന്ദർ ദർഗയ്ക്ക് സമീപമുള്ള കൽവിളക്കിൽ തെളിക്കുന്നതിനെ
തടസ്സപ്പെടുത്തിക്കൊണ്ട് നിരോധിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാർ രംഗത്ത് വന്നു. ആരെ തൃപ്തിപ്പെടുത്താനാണെന്ന് നമുക്കറിയില്ല. ഈ കേസിൽ വാസ്തവത്തിൽ കക്ഷി ചേരേണ്ടത് ഈ ദർഗ ആരുടെ കീഴിലാണോ, ഏത് ട്രസ്റ്റിൻ്റെ കീഴിലാണോ വരുന്നത് അവരാണ്. ആ ദർഗയുടെ ട്രസ്റ്റികൾ ആരും തന്നെ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മധുര സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ അവസാനമാണ് ഒരു ഹർജി അവിടെ എത്തുകയും ജസ്റ്റിസ് സ്വാമിനാഥൻ അത് പരിഗണിക്കുകയും ഈ ദർഗയ്ക്ക് സമീപമുള്ള കൽവിളക്കിൽ മുമ്പ് ദീപം തെളിച്ചിരുന്നതാണ്, അതുകൊണ്ട് അവിടെ വീണ്ടും ദീപം തെളിക്കാം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ തമിഴ്നാട് സർക്കാർ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പകരം അവർ ആ മധുര ജില്ലയിലെ പോലീസ് മേധാവിയെ കൊണ്ട് ആ പ്രദേശത്ത് അന്ന് വൈകിട്ട് ഡിസംബർ 3-ാം തീയതി വൈകിട്ട് കഴിഞ്ഞ ദിവസം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ദീപം തെളിക്കാൻ അവിടെ എത്തിയ ഭക്തരെ തടയുകയും ചെയ്തു. കോടതി ഉത്തരവ് കാണിച്ചപ്പോൾ പോലീസ് മേധാവി പറഞ്ഞത്, എന്ത് തന്നെ വന്നാലും ശരി ദീപം തെളിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇതിൻ്റെ പ്രത്യാഘാതം എന്ത് തന്നെയായാലും ഞാൻ നേരിടാൻ തയ്യാറാണ് എന്ന് ഒരു പോലീസ് മേധാവി പറയുന്നു. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ കോടതികളെ, അതും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ, ഹൈക്കോടതി മധുര ബെഞ്ചിലെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ പുല്ല് പോലെ വലിച്ചു ദൂരെ കളയുകയാണ് ആ ജില്ലാ പോലീസ് മേധാവി ചെയ്തത്. ആരുടെ ബലത്തിലാണിത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനെ തുടർന്ന് ഭക്തർ വീണ്ടും ജസ്റ്റിസ് സ്വാമിനാഥനെ സമീപിക്കുകയും ഹർജിയുമായിട്ട് സമീപിക്കുകയും അദ്ദേഹം വൈകിട്ട് 7 മണിക്കുള്ളിൽ ദീപം തെളിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ അതും ഇവർ സമ്മതിച്ചില്ല. ഇന്ന് രാവിലെ ആ കേസ് ജസ്റ്റിസ് സ്വാമിനാഥൻ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കടുത്ത കോടതി ലക്ഷ്യമാണ് നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അതിന്മേൽ നടപടി ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതേസമയം DMK സർക്കാർ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മറ്റൊരു ഹർജിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി റദ്ദാക്കണം എന്നാണ് ആ ആവശ്യം. ഒപ്പം തന്നെ ഇന്നലെ രാത്രി അവർ എടുത്തുപിടിച്ച് വളരെ ധൃതിയിൽ ഡൽഹിയിൽ സുപ്രീം കോടതിയിലും ഹർജി കൊടുക്കാൻ വേണ്ടുന്ന നടപടികൾ പൂർത്തിയാക്കി. ആ ഹർജി സുപ്രീം കോടതിയിലും എത്തിയിരിക്കുകയാണ്. ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി റദ്ദാക്കണം. ഈ പറയുന്നത് പോലെ തിരുപ്പുറക്കുன்றത്തെ ദർഗയ്ക്ക് സമീപമുള്ള കൽവിളക്കിൽ കാർത്തിക ദീപം തെളിക്കാനുള്ള ആ പദ്ധതി എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം എന്നാണ് സ്റ്റാലിനും കൂട്ടരും സുപ്രീം കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഒരു ഉത്സവം, ഒരു നമ്മുടെ നാടെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ കാർത്തിക, തൃക്കാർത്തിക. നമ്മുടെ കേരളത്തിലുമുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ ഇത് ആഘോഷിക്കുന്നു. ദീപങ്ങളുടെ ഉത്സവമാണ്, ദീപാവലി പോലെ. അങ്ങനെ ഈ തൃക്കാർത്തിക ദിവസം ദീപം തെളിക്കുന്നതിൽ, ദീപം എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം, ഇരുട്ടിനെ അകറ്റുന്നതാണ്. അറിവില്ലായ്മയെ ദൂരത്തകറ്റി ആ അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നതിൻ്റെ സാങ്കല്പികമായൊരു പ്രതീകമാണ് ദീപം തെളിക്കൽ. അതുകൊണ്ടാണ് നമ്മൾ ചടങ്ങുകൾക്കൊക്കെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു ദീപം സാക്ഷിയായി, ദീപം എങ്ങനെയാണോ പ്രകാശം പരത്തുന്നത് അതുപോലെ നമ്മളുടെ കർമ്മങ്ങളിലൂടെ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കുന്നത് എന്താണോ അത് എല്ലാ ജനങ്ങൾക്കും നന്മയേകട്ടെ എന്ന പ്രാർത്ഥനയോടെ സങ്കല്പത്തോടെ ആണ് ദൈവവിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒക്കെ അതിൽ പങ്കെടുക്കാം നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഇത് ചിലർക്ക് രുചിക്കുന്നില്ല, അവർക്കിത് ഹറാമാണ്, അവരതുകൊണ്ട് അവരുടെ മതവിശ്വാസത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് ഇതിനെ എതിർക്കാൻ രംഗത്ത് വരുന്നു. നമുക്കറിയാം, ജാതി മത ഭേദമന്യേ പല സ്ഥലങ്ങളിലും പല ആരാധനാലയങ്ങളിലും നിലവിളക്ക് കൊളുത്തുന്ന സമ്പ്രദായം ഈ കൊച്ചു കേരളത്തിൽ പോലുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ ഇതിനകത്ത് ഈ വിഷം കലക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. DMK സനാതനധർമ്മത്തെയും ഹിന്ദുക്കളെയും ഒക്കെ ഉന്മൂലനം ചെയ്യണം, ഇത് വൈറസാണ് എന്ന് വാദിക്കുന്ന DMK നേതാക്കളിൽ നിന്ന് നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അവർ തീർച്ചയായിട്ടും ഹിന്ദു വിരുദ്ധമായ എന്തു നടപടികൾക്കും തയ്യാറാകും എന്ന് തീർച്ചയാണ്. പക്ഷേ ഇവിടെ കോടതി അതിശക്തമായി ഇടപെട്ടിരിക്കുകയാണ്.
സുപ്രീം കോടതിയിൽ വരെ ഹർജി എത്തിയിട്ടുണ്ട്. നമുക്ക് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെയും സുപ്രീം കോടതിയുടെയും ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്, ഈ വിഷയത്തിൽ കോടതി നടപടികൾ എങ്ങനെ പുരോഗമിക്കും എന്നിനി അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ കോടതി ലക്ഷ്യത്തിന് സ്റ്റാലിനെ കൊണ്ട് ജസ്റ്റിസ് സ്വാമിനാഥൻ മറുപടി പറയിക്കുമോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്.